അപ്പോൾ അത് മറന്നു പോയത് കേട്ടോ. സോ വി സേസ് ദാറ്റ് ഹി വാസ് ബോൺ ഓൺ 1879 and he was died in 1970, and he registered as Henry Morgan Foster but accidentally baptized as Edward Morgan Foster. Then we have said all the major novels written by Foster and other works, short stories, essays, speeches, biographies and pageant plays. Then and he is a co-author of the opera Billy Budd, and he was the co-author of the opera Billy Budd. Opera Billy Budd എന്ന് പറഞ്ഞ ഒരു വർക്കിന് co-author ആയിരുന്നു ആര്, നമ്മുടെ എഡ്വാർഡ് മോർഗൻ ഫോസ്റ്റർ. Then what are the achievements of whom നമ്മുടെ ഫോസ്റ്റർ അച്ചീവ്മെൻറ്റ്സ് ആണ് കൺസിഡേർഡ് വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ എഡ്വാർഡിയൻ ഇറാ നോവൽസ് അല്ലേ. എഡ്വാർഡ് ഇറയിലെ ഒരു വൺ ഓഫ് ദി ഫേമസ് നോവൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇറാം ഫോസ്റ്റർ. ആൻഡ് ഹി വാസ് നോമിനേറ്റഡ് ഫോർ ദി നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 22 times. ഇമ്പോർട്ടൻറ്റ് ഓർമ്മ മറന്നു പോയത് കേട്ടോ. ഹി വാസ് നോമിനേറ്റഡ് ഫോർ ദി നോബൽ പ്രൈസ് 22 times in the ഇയാൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടുണ്ട് for the Nobel Prize. Then declined a knighthood in 1949, and he was declined a knighthood from England in the 1949. Then honors അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതും ജസ്റ്റ് നോക്കി വെക്കാം. മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ദി കമ്പനീസ് ഓഫ് ഓണർ അല്ലേ. ഓർഡർ ഓഫ് ദി കമ്പനീസ് ഓഫ് ഓണറിൻ്റെ ആരാണ് മെമ്പർ ആയിരുന്നു. കമ്പാനിയൻ ഓഫ് ലിറ്ററേച്ചർ ബൈ ദി റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചർ. പിന്നെ 16 times പറയുന്നുണ്ടല്ലോ എങ്ങനെ നോബൽ പ്രൈസിനെ നോമിനേറ്റ് ചെയ്തത് 16 times ആണെന്ന് പറയുന്നുണ്ട്. 22 times മൊത്തം. കാരണം ബിക്കോസ് ഐ ഗോട്ട് ദിസ് ഇൻഫർമേഷൻ ഫ്രം വിക്കിപീഡിയ. നമുക്ക് കുറച്ചും റിലയബിൾ സോഴ്സ് വിക്കിപീഡിയ ആണ്. 16 times ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ആക്ച്വലി ഹി വാസ് നോമിനേറ്റഡ് ഫോർ 22 times ആണ്. കാരണം ആ 16 times നോട്ട് എൻ്റെ കയ്യിലുണ്ട് ആ സാധനം. പക്ഷെ നമ്മൾ വിക്കിപീഡിയ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കുറച്ചും റിലയബിൾ ആയ സോഴ്സ് ഏതാണ് വിക്കിപീഡിയ ആണ്. നമുക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്, സോഴ്സ് സീറോ ലിസ്റ്റ് ഒരുപാട് സോഴ്സുകളുണ്ട്. ബട്ട് വി ക്യാൻ കുറച്ചും റിലയബിൾ സോഴ്സ് ഏതാണ്, കുറച്ച് നല്ല സോഴ്സ് വിക്കിപീഡിയ ആണ്. അത് ഓർത്ത് വെക്കാം, മറന്നു പോകണ്ട. സോ നോമിനേറ്റഡ് ഫോർ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 22 times ആണ് ഞാൻ നോബൽ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. ഓക്കെ. ദെൻ എഡ്യൂക്കേഷൻ ഏർലി ലൈഫ് നോക്കുകയാണെങ്കിൽ അറ്റൻഡഡ് ടോൺബ്രിഡ്ജ് സ്കൂൾ, സ്റ്റഡിഡ് ഹിസ്റ്ററി ആൻഡ് ക്ലാസിക്കൽ അറ്റ് കിങ്സ് കോളേജ് കേംബ്രിഡ്ജ്, അസോസിയേറ്റ് വിത്ത് റൈറ്റേഴ്സ് ലൈക്ക് ലിറ്റിൽ സ്ട്രാച്ചി ആൻഡ് ലിയോനാർഡോ വൂൾഫ്. ഇയാൾ ഈ റൈറ്റേഴ്സും ആൾക്കുണ്ട്, ഇയാൾക്ക് കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഈ സംഭവത്തിൽ കേട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ. So associated with the writers like Little Strachey and Leonardo Woolf. Then travel and writing career. നമ്മൾ ഈ സംഭവം നോക്കേണ്ടത് വെച്ചാൽ ഈ ട്രാവൽ റൈറ്റിംഗ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഈ വൈൽ ഹി വാസ് ട്രാവലിംഗ് ഏതെങ്കിലും വർക്ക്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഈ ദ ഫേമസ് വർക്ക്സ് മോറിസ് വാസ് റിട്ടേൺ ഇൻ ദീസ് ട്രാവൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിൻ്റെ ഒരു റീസൺ ആയിട്ടുള്ള ട്രാവലുകൾ നമ്മൾ എപ്പോഴും നോക്കി വെക്കണേ. അതായത് അയാൾ അങ്ങോട്ട് പോയത് കൊണ്ടായിരിക്കാം എന്ത് ചെയ്തത് ഇയാൾ ഈ വർക്ക് എഴുതിയത് അല്ലേ. അപ്പോൾ നമുക്കറിയാം വേർഡ്സ്വർത്ത് ഫ്രാൻസിലേക്ക് പോയതിനാണ് ആരെ കണ്ടത്. ഹി വാസ് വെരി ഇൻട്രസ്റ്റ് ഇൻ ഫ്രാൻസ്, ഹി വാസ് വെരി ഇൻട്രസ്റ്റ് ഇൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ. സോ ഹി വെൻറ്റ് ടു ഫ്രാൻസ്. അറ്റ് ദേർ ഹി മെറ്റ് ഹൂം. ആരെ കണ്ടു അവിടുന്ന് പോയിട്ട്? ആനറ്റ്. ആരെ കണ്ടു അവിടെ പോയിട്ട് നമ്മൾ? Annette Wallen. He met Annette Wallen from there, and they were both fell in love, and Annette got pregnant, and she gave birth to Caroline. അല്ലേ? അങ്ങനെ ഒരുപാട് ഈ നമ്മുടെ ഈ ട്രാവലിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധനം ബിക്കോസ് വെൻ ഹി ട്രാവൽ ടു ദാറ്റ് പ്ലേസ് ഹി റോഡ് സംതിങ്. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവം കേട്ടോ. ദാറ്റ്സ് വൈ വി ഡിസ്കസ്ഡ് അബൌട്ട് ഹിസ് ട്രാവൽ ആൻഡ് സംതിങ്. സോ traveled across Europe before publishing his first novel Where Angels Fear to Tread. അപ്പോൾ ഓർത്ത് വെക്കാം, ഫസ്റ്റ് നോവൽ എന്തല്ല, ഓക്കെ, ട്രാവൽഡ് അക്രോസ് യൂറോപ്പ് ബിഫോർ പബ്ലിഷിംഗ് ഹിസ് ഫസ്റ്റ് നോവൽ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്. അപ്പോൾ വി നോ ദാറ്റ് ഹിസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് നോവൽ ഏതാണ്? 1905 വരുന്ന വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്ന് പറഞ്ഞ വർക്കാണ് കേട്ടോ. വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് ആണ് ഹിസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക്. Then what is the final novel? Morris, published posthumously in 1971. ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്കും ഫൈനൽ വർക്കും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക്, ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക് വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് ആണ് ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക്. ദെൻ ഫൈനൽ നോവൽ ഏതാണ്? മോറിസ് ആണ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ നോവൽ, ആൻഡ് ഇറ്റ്സ് ഓൾസോ പബ്ലിഷ്ഡ് posthumously in 1971 ആഫ്റ്റർ ഹിസ് ഡെത്ത്.
focusing on homosexual love in early 20th century. We know that E.M. Forster was a homosexual ആയിരുന്നു ആളെ നമ്മൾ E.M. Forster അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നത് നമ്മുടെ അടുത്ത സ്ലൈഡിലൊക്കെ. Then his education, attended Tonbridge School, Kent, where he was a day boy. He was unhappy at Tonbridge School, but the school theatre is named in his honor. അത്ര ഇഷ്ടമില്ലായിരുന്നു എനിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. സോ he was unhappy at Tonbridge School, but that school theatre is named in his honor. But school theatre എന്ന ഇയാളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. Studied at King's College, Cambridge, and where he joined the Apostles. Important ആണ്, he joined a group of named Apostles. Apostles എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. And later the members of Apostle comes to Bloomsbury group also, a secret society discussing philosophical and moral issues. Many members of the Apostle became part of Bloomsbury group, including Forster. In കുറച്ച് എന്തുണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് കോൾഡ് ബ്ലൂംസ്ബറി ഗ്രൂപ്പ്. Then graduated with BA with second class honors in classical history. Then love and relationships, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, so in 1906 Forster fell in love with Said Rose Masood, a 17-year-old Indian woman whom he tutored in Latin. ലാറ്റിൻ പഠിപ്പിച്ചിരുന്ന ഒരു ഗേൾ ഉണ്ടായിരുന്നു. വാട്ട്സ് നെയിം? സെയ്ദ് റോസ് മസൂദ് കേട്ടോ. ആൻഡ് ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഹെർ ആൻഡ് മസൂദ് ഹാഡ് എ റൊമാൻറ്റിക് പോയറ്റിക് വ്യൂ ഓൺ ദെയർ friendship and expressed love for Forster. The later life in India, he wrote a work in India that is called The Hill of Devi. Okay, spent time in India in the early 1920s as private secretary to Tukojiro III Maharaj Devas, who wrote The Hill of Devi, a non-fiction account of his time in India. Al Indian സമയത്ത് വർക്ക് ആണ് The Hill of Devi എന്ന് പറഞ്ഞ ഒരു വർക്ക്. That's also an important work. Then final works on recognition, completed a passage to India which won the James Tate Black Memorial Prize for Fiction. Important ആണ് because of passage to India, an important work according to us. So we have to focus in that work. Okay, so which prize he got for passage to India, which won the James Tate Black Memorial Prize കേട്ടോ. ജെയിംസ് ടൈറ്റ് ബ്ലാക്ക് മെമ്മോറിയൽ പ്രൈസാണ് ഞങ്ങൾക്ക് എന്തിന് കിട്ടിയത്, നമ്മുടെ പാസേജ് ടു ഇന്ത്യക്ക് വേണ്ടി കിട്ടിയിരുമോ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. എഡിറ്റഡ് ദ ലെറ്റേഴ്സ് ഓഫ് എലിസ ഫേ ഫ്രം ഇന്ത്യ, ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1925. ദെൻ പേഴ്സണൽ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്സ്, ഇവിടെ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി കുറിച്ച് പറഞ്ഞ ഇവിടെയാണ് കേട്ടോ. ഫോസ്റ്റർ വാസ് ഡീപ്ലി ഓപ്പൺലി ഹോമോസെക്ഷുവൽ വിത്ത് ക്ലോസ് ഫ്രണ്ട്സ് ബട്ട് നെവർ പബ്ലിക്ലി അനോളജിഡ്. അല്ലേ, നിങ്ങൾ ഭയങ്കര ഹോമോസെക്ഷൽ ആയിരുന്നു, പക്ഷേ ഹി ഡോണ്ട് ട്രൈ ടു publicly acknowledged that I was homosexual. Had a number of male lovers throughout his life, including long-term relation with Bob Buckingham. That was the first homosexual relation with whom അല്ലെങ്കിൽ മോസ്റ്റ് നമുക്ക് പറയാം ഏറ്റവും അധികം നമ്മൾ കണ്ടിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു ബോബ് ബക്കിംഗ്ഹാം എന്ന് പറയുന്ന ആളുമായിട്ടായിരുന്നു. ഹി വാസ് എ മാരീഡ് പോലീസ്മാൻ വിച്ച് ലാസ്റ്റഡ് 40 years. 40 yearsോളം ഇവരുടെ റിലേഷൻ നിന്നിട്ടാണ് പറയപ്പെടുന്നത്. Close friends of social poet philosopher Edward Carpenter, whose relation with his younger lover George Merrill inspired Forster's novel Morris. We know that Morris is a novel written by, last novel written by whom? Forster. What is inspiration of that novel? That's also a homosexual relationship. Close friend of socialist poet philosopher Edward Carpenter, അദ്ദേഹത്തിൻ്റെ ഒരു യങ്ങർ ലവറുമായിരുന്ന ജോർജ് മെറിൽ എന്ന് പറഞ്ഞ ആളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എന്ത് ചെയ്യുന്നത് ഈ മോറിസ് എന്ന് പറയുന്ന ആ നോവലിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയപ്പെടുന്നുണ്ട്. Then final years and death. In 1969, at the age of 85, Forster went on pilgrimage to Wiltshire countryside, the inspiration for his novel The Longest Journey, accompanied by author William Golding. അതായത് ഇയാളുടെ ഒരു വേറെ നോവലായിരുന്നു The Longest Journey, and what is inspiration? A pilgrimage to the Wiltshire countryside. ഒരു പിൽഗ്രിമേജ് ആയിരുന്നു, ഒരു തീർത്ഥാടന യാത്ര ഇയാളുടെ ഇൻസ്പിറേഷൻ വേണ്ടി നമുക്ക് പറയാം. Then died on 7th June 1970 at the age of 91 from stroke at the Buckingham's home in Coventry, Warwickshire. അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഡെത്തിന് ഡേറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓ ദ റീസൺ ഓഫ് ഡെത്ത് അങ്ങനെ റീസൺ എന്തെങ്കിലും അത് ഓർത്ത് വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. Then his ashes were scattered in the Rose Garden of Coventry crematorium alongside those of Bob Buckingham. ബോബ് ബക്കിംഗ്ഹാമിൻ്റെ കൂടെ തന്നെയുള്ള എന്ത് ചെയ്ത് നമ്മൾ ബറി ചെയ്തില്ല കേട്ടോ, അതും കൂടെ ഓർത്ത് വെക്കുക. ദ നോട്ടബിൾ വർക്ക്സ് ആണെങ്കിൽ Where Angels Fear to Tread, that is the first published work of whom E.M. Forster first published work ആണ് Where Angels Fear to Tread. The Longest Journey, A Room with a View, Howard's End, A Passage to India, Morris, written in 1913-14, published posthumously in 1971. Okay, Morris ആണ് the last published work. Then next we are going to enter into the text directly. അല്ലേ, നമ്മൾ അടുത്തത് നമ്മുടെ ടെക്സ്റ്റിലേക്ക് ഡയറക്റ്റ് നമ്മൾ കടക്കാൻ പോവാണ്.
അപ്പോൾ എത്രയാണ് ഇ എം ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓതറെ കുറിച്ച് അറിഞ്ഞ കുറച്ച് ഡീറ്റെയിൽസുകൾ. ഓതറെ കുറിച്ച് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യം എന്തായാലും നമ്മൾ പോയാൽ എന്ത് കുറച്ചും നല്ലതാണ് മാത്രം. കാരണം നമുക്കൊരു പോയിന്റ് മിസ്സാവാണ്ട് കിട്ടും. ചോദിച്ചിട്ടില്ല, അതിലെ പറഞ്ഞ ഓതറിനെ കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്കൊരു പോയിന്റ് നോബൽ പ്രൈസ് അതിന് ഫേമസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ, സിഡോണിംസ്, അതേപോലെ തന്നെ ഇയാളെ കുറിച്ച് പറഞ്ഞ കമൻറ്റുകൾ, ഇത് നമുക്ക് നോക്കി വെക്കുന്നേ. പക്ഷേ മേ ബി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, എന്തായാലും നോക്കി പോകണം. ബാക്കി നോക്കിയാൽ നമുക്കൊരു പ്ലസ് പോയിന്റ് അത്രേ ഉള്ളൂ, അല്ലാണ്ട് നമുക്കതിന് മാർക്ക് പോകുന്നതിനും പറഞ്ഞിട്ടില്ല. പക്ഷേ മേ ബി ഇഫ് ദ ക്വസ്റ്റ്യൻ കംസ് ഫ്രം ഇൻ ഡെപ്ത് ഓഫ് ഹിസ് പേഴ്സണൽ ഓർ സംതിങ്, ആ സമയത്ത് നമുക്ക് അന്ന് വിട്ട് നിൽക്കാൻ പാടില്ല, നമുക്ക് ആൻസർ കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ കാരണം ഞാൻ പറയാനുള്ള കാരണം. ഞാൻ എപ്പോഴും ഓതറെ കുറിച്ച് പറഞ്ഞ സമയത്ത് മൈ ഫസ്റ്റ് സോഴ്സ് ഈസ് വിക്കിപീഡിയ. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞത് അവരുടെ ഈ ഓതറെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് എല്ലാവരും നോക്കുന്നൊരു സോഴ്സ് നമ്മൾ വിക്കിപീഡിയയാണ്, അല്ലാണ്ട് വേറെ ഒന്നും നോക്കാറില്ല ആരും. കാരണം വിക്കിപീഡിയ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, ആളെക്കുറിച്ച് ഏർലി ലൈഫ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വിക്കിപീഡിയ എല്ലാവരും സെർച്ച് ചെയ്യുക. എൻ്റെ സാറ് പറഞ്ഞിട്ടുണ്ട്, ഒരു മാണി സാർ പറഞ്ഞിട്ടുണ്ട് നമ്മോട്. അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾ നോക്കിയാണ് വിക്കിപീഡിയ എന്ന് ആൾ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ വിക്കിപീഡിയ എപ്പോഴും അരിച്ചു കൊടുക്കുന്നത്. കാരണം അതിനപ്പുറം ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനില്ല ആളെ കുറിച്ചിട്ട്. വേറെ കിട്ടാനുണ്ടാവും, ആ കിട്ടാൻ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് റിലയബിൾ ആവില്ല. അതായത് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനുണ്ട് ഓതറെ കുറിച്ചിട്ട്, പക്ഷെ അതൊന്നും ഒരു റിലയബിൾ ഇൻഫർമേഷൻ ആവില്ല നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഒന്നും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നതിലേക്ക് വിക്കിപീഡിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അനലൈസ് അവർ ടെക്സ്റ്റ് ഇൻ ഡീറ്റെയിൽ. ലൈൻ ബൈ എക്സ്പ്ലനേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലൈൻ ബൈ നമ്മൾ വായിച്ചു പോകും, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് തരും കേട്ടോ. So he start his text on tolerance like, surely the only sound foundation for a civilization in a sound state of mind. So what he says in first sentence, a stable and successful society depends on people having the right mindset, peaceful, cooperative and thoughtful. അതായത് ഒരു സ്റ്റേബിളായ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ സൊസൈറ്റിക്ക് വേണ്ട അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഓൺ പീപ്പിൾ ഹാവിങ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്, പീസ്ഫുൾ, കോപ്പറേറ്റീവ് ആൻഡ് തോട്ട്ഫുൾ. അല്ലേ? ഒരു നല്ലൊരു സൊസൈറ്റി വേണമെങ്കിൽ ആ സൊസൈറ്റിയിലെ മനുഷ്യന്മാരെന്താണ്? പീപ്പിൾസ് എന്താവണം? ദേ ഹാവ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്, ദേ ഹാവ് ദ പീസ്ഫുൾ സ്റ്റേറ്റ് ആൻഡ് ദേ ഹാവ് ദി കോപ്പറേറ്റീവ് മൈൻഡ് ടുവേർഡ്സ് അതേഴ്സ്. അല്ലേ? ഒരു സൊസൈറ്റി, നല്ല സൊസൈറ്റി നിങ്ങൾക്ക് എന്ത് വേണം? നമുക്ക് എപ്പോഴും വേണ്ട ആ സൊസൈറ്റിയിലെ പീപ്പിൾസിന് വേണ്ട സ്പെഷ്യലിസ്റ്റ് എന്തൊക്കെയാണ്? ഹി സേസ് ദാറ്റ് വാട്ട്? ദ സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആ സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പറഞ്ഞാൽ എന്താണ്? ദേ വിൽ ഹാവ് ദി റൈറ്റ് മൈൻഡ് സെറ്റ് വേണം, നല്ലൊരു മൈൻഡ് സെറ്റ് വേണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ദി പീസ്ഫുൾ മൈൻഡ് ആൻഡ് ദേ ഹാവ് ഓൾസോ കോപ്പറേറ്റീവ് mentality and also a thoughtfulness in their mind. Then only we can say that it's a society that what as sounds of sound, society has a sound state of mind എന്ന് പറയാൻ പറ്റുള്ളൂ. The next one, he says that architects, contractors, international commissioners, marketing boards, broadcasting corporations will never by themselves build a new world. ഇതിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞ നമ്മളൊക്കെ ഒരു സൊസൈറ്റിക്ക് പോകുന്ന സംഭവമാണ് അല്ലേ? ഒരു സൊസൈറ്റിക്ക് ആർക്കിടെക്ട്സ് വേണം, ഒരു സൊസൈറ്റിക്ക് കോൺട്രാക്ടേഴ്സ് വേണം, ഒരു സൊസൈറ്റിക്ക് ഇൻ്റർനാഷണൽ കമ്മീഷണേഴ്സ് വേണം. ദീസ് ഓൾ ആർ നീഡഡ് ഫോർ എ സൊസൈറ്റി. ബട്ട് ഹീ സേസ് ദാറ്റ് ഫോർ ദീസ് വാട്ട് തിങ്സ്, no matter how skilled professionals or institutions are like architects, contractors, organizations, they alone cannot create a better ideal world. ഇതിൽ പറയുന്നത് ഇതൊക്കെ ഒരു സൊസൈറ്റിക്ക് പോകുന്ന സംഭവമാണ്, ബട്ട് ദേ കനോട്ട് ക്രിയേറ്റ് എ ഐഡിയൽ വേൾഡ്. ഇതൊക്കെ ഒരു സൊസൈറ്റി വേണ്ട സംഭവങ്ങൾ, പക്ഷേ ഇവർക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. ദേ കനോട്ട് ക്രിയേറ്റ് എൻ ഐഡിയൽ വേൾഡ് ഫോർ ദംസെൽവ്സ്. സോ വാട്ട് ദേ നീഡ്, ഇതൊക്കെ വേണം, പക്ഷെ ഇവർക്ക് ഒരു സാധനം കൂടെ വേണം. ദാറ്റ് ഈസ് ഹീ സേസ് നെക്സ്റ്റ് ലൈൻ, ദേ മസ്റ്റ് ബി ഇൻസ്പയർഡ് ബൈ ദ പ്രോപ്പർ സ്പിരിറ്റ് ആൻഡ് ദർ മസ്റ്റ് ബി ദ പ്രോപ്പർ സ്പിരിറ്റ് ഇൻ ദ പീപ്പിൾ ഫോർ ഹൂം ദേ ആർ വർക്കിംഗ്. എന്താണ് പറഞ്ഞത്? These professionals need to be motivated by positive values like tolerance, understanding and unity. Similarly, the people they serve must also embrace these values to support their efforts. അല്ലേ? ഈ പറഞ്ഞ ആളുകൾക്ക് എന്ത് വേണം? എന്താ വേണ്ടത് നമുക്കിതിന്? What do you need? They must be inspired by the proper, what is proper spirit in the sense? അവർക്ക് ടോളറൻസ് വേണം, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ പീപ്പിൾസ് വേണം, ആൻഡ് ഒരു യൂണിറ്റി വേണം അവർ തമ്മിൽ തന്നെ. അല്ലേ? then only they can create a society with what? A sound state of mind. And he says that what? Similarly, the people they serve must also embrace these values to support the life. അല്ലേ? ഇനി ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ?
നമ്മൾ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഒരു ഹെഡാണ്. സോ അവരുടെ ഹെഡിൻ്റെ കീഴിൽ കുറേ ആളുകളുണ്ടാവും, അവർക്കും കൂടി ഈ ഒരു ഒരു വാല്യൂസ് ഉണ്ടാകാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഓൺലി വി ക്യാൻ ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. ഓക്കെ, then what thought is a proper spirit? Next one he is discussing, he says that they need a proper spirit. അവർക്ക് എന്ത് വേണം? ഒരു പ്രോപ്പർ സ്പിരിറ്റ് വേണമെന്ന് വേണ്ട അല്ലേ, ഫോസ്റ്റർ for creating a better world. So next one he want to discuss what is a proper spirit. The author is asking what is the right attitude or mindset that society needs അല്ലേ, ഒരു സൊസൈറ്റിക്ക് വേണ്ട ആ പ്രോപ്പർ സ്പിരിറ്റ് എന്താണെന്ന് പറയുന്നത് ആര്? നമ്മുടെ ഈ ഫോസ്റ്റർ. നെക്സ്റ്റ് സ്ലൈഡ്സ്. There must be a sound of state of mind before diplomacy or economics or trade conferences can function. ഇതൊക്കെ ഫങ്ഷൻ ചെയ്യുന്ന മുൻപ് വേണം, we need a what? People need to have the right mindset before important activities like diplomacy. But diplomacy എന്താണ്? നെഗോഷിയേഷൻ ബിറ്റ്വീൻ കൺട്രീസ് അല്ലേ, നമ്മൾ രണ്ട് കൺട്രീസ് തമ്മിൽ നെഗോഷിയേഷൻസ് ഉണ്ടാവും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെ ഒരു നമ്മൾ നെഗോഷിയേഷൻസ് ഒരുപാടുണ്ടാവും അല്ലേ. അതിലെന്ത് വേണം? ഒരു എന്ത് വേണം? ഒരു ടോളറൻസ് വേണം പറയുന്നത്. നമ്മളെപ്പോഴും ഒരിക്കലും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല, നിങ്ങൾക്ക് അത് കിട്ടിയാൽ നിങ്ങൾക്ക് തരാൻ പാടുള്ളൂ, വാശി ആയിരിക്കും പിടിക്കാൻ പാടില്ല. വി ഹാവ് ടു ബി എ ടോളറേറ്റ് പേഴ്സൺ. സോ ഹി സേസ് ദാറ്റ് people need to have the right mindset before important activities like diplomacy, economics or trade discussions can be effective അല്ലേ. ഇതൊക്കെ ഓരോ കൺട്രീസ് തമ്മിൽ നടക്കുന്ന സംഭവങ്ങളാണ്. എന്ത് ഡിപ്ലോമസി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഓർ ട്രേഡ് കോൺഫറൻസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മളെ ചരക്കും അങ്ങോട്ടും ഒരു സംഭവം കയറ്റി വിടുന്നു, ഇങ്ങോട്ട് സംഭവം ഇറക്കുമതി ചെയ്യുന്നു, അതൊക്കെ എന്ത് വേണം? ഇതൊക്കെ ഇറ്റ് നീഡ്സ് വാട്ട്? എ പ്രോപ്പർ ദിസ് തിങ്സ് ഹാവ് ടു ഡൺ ഇൻ എ പ്രോപ്പർ വേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അയൽരാജ്യമായ ഒരു മാൽദീവ്സിന് ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ വന്നു അല്ലെ, ശ്രീലങ്ക ഒരു ഇഷ്യൂ വന്നു, വി ഹാവ് ടു ഹെൽപ്പ് ദം അല്ലേ, നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ദെൻ ഓൺലി ഇഫ് വി ഹാവ് എ പ്രോബ്ലം ഇൻ ഫ്യൂച്ചർ ദേ വിൽ ഹെൽപ്പ് അസ് അല്ലേ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടി പോയാൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതൊരു നല്ലൊരു ഫ്യൂച്ചറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ആര് പറഞ്ഞത്? E.M. ഫോസ്റ്റർ പറഞ്ഞത്. ബട്ട് വാട്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഈസ് സൗണ്ട്? ഹിയർ വി മേ ഡിഫർ അല്ലേ. അത് പ്രോപ്പർ സ്പിരിറ്റ് പറഞ്ഞു. ദ നെക്സ്റ്റ് വൺ ഹി വാണ്ടഡ് ടു സേ ദാറ്റ് but what state of mind is sound? Here may refer. The author acknowledges that people may have different opinions about what the ideal mindset should be. അതായത് ഒരു ഐഡിയൽ മൈൻഡ് സെറ്റ് എന്തായിരുന്നു ആളുകൾ ഉണ്ടാവും, ഒരുപാട് ഡിഫറൻസ് ഒപ്പീനിയൻസ് ഉണ്ടാവും. The author acknowledges that people may have different opinions about what the ideal mindset should be. Most people, when asked what spiritual qualities needed to rebuild civilization, will reply love. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, വെൻ ആസ്ക്ഡ് വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു റീബിൽഡ് സൊസൈറ്റി, മെനി പീപ്പിൾ വുഡ് ആൻസർ ദാറ്റ് ലവ് ഈസ് ദ കീ അല്ലേ. നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ തകർന്നു കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കണം എന്ത് വേണം? ദേ വിൽ സേ ദാറ്റ് വി ഹാവ് ടു ലവ് ഈച്ച് അതർ അല്ലേ, നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. ദേ വിൽ സേ ദാറ്റ് ലവ് ഈസ് ദ കൈൻഡ്, ലവ് ഈസ് ദ കീ ടു റീബിൽഡ് സിവിലൈസേഷൻസ്. മെൻ മസ്റ്റ് ലവ് വൺ അനദർ. അപ്പോൾ അത് പറയണ്ടേ, it is necessary, men must love to one another, that they say nations must do likewise. And then the series of cataclysms which is threatening to destroy as will be checked. So people believe that individuals and nations must care for and respect each other അല്ലേ. ഇവർ പറയുന്നത് എന്താണ്? മനുഷ്യന്മാരെ പോലെ തന്നെ നേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. ഇഫ് ദേ ഡു, the destructive events like wars and conflicts that threaten society can be stopped. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജ് കഴിഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വാറുകൾ, അതുപോലെ തന്നെ ത്രെട്ടുകൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോൺഫ്ലിക്റ്റൊക്കെ നമുക്ക് ഒഴിവാക്കാമെന്നാണ് പറയുന്നത് പീപ്പിൾസ് പറയുന്നത്. റെസ്പെക്ട്ഫുള്ളി ബട്ട് ഫേംലി ഐ ഡിസഗ്രി. അപ്പോൾ അടുത്ത ലൈനിൽ പറയുന്നതാണ്, the author politely but strongly disagrees with the idea that love can fix public issues. ഇത് പറയണ്ടേ, ഞാനതിനെ പൊളൈറ്റായിട്ട് ഞാനതിനെ ഡിസഗ്രി ചെയ്യണം. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദ ലവ് ഈസ് ദ source to rebuild a civilization. So he says that love is great force in private life. Important ആണ്, love is a great source in private life. നമുക്ക് ലവ് എവിടെ നമുക്ക് പറ്റുള്ളൂ? The author acknowledges that love is very powerful and important in personal relationships, not in the നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫ്രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാം. we can use the love, or in a partners ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? പോസിബിൾ ആണ് അല്ലേ. ലവ് ഈസ് എ ഗ്രേറ്റ് ഫോഴ്സ് ഇൻ പ്രൈവറ്റ് ലൈഫ്. ഇറ്റ് ഈസ് ഇൻഡീഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ തിങ്സ്. അതെന്താണ്? നല്ലൊരു കാര്യമാണ്. ഒരു പാർട്ട്നേഴ്സ് എന്ത് വിഷയമുണ്ടെങ്കിൽ ഇഫ് ദേ ഹാവ് ലവ് ടു ഈച്ച് അതർ ദേ ക്യാൻ ഫിക്സ് എ പ്രോബ്ലം. അത് ശരിയാണ്. ബട്ട് ലവ് ഇൻ പബ്ലിക് അഫെയർസ് ഡസ് നോട്ട് വർക്ക്. ഹൗവർ ദ ഓതർ ബിലീവ്സ് ദാറ്റ് ലവ് ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ എ അഡ്രസ്സിങ് പബ്ലിക് ഓർ സൊസൈറ്റൽ മാറ്റേഴ്സ്. പക്ഷേ അതെന്തേ പറ്റുള്ളൂ? പേഴ്സണലി നമുക്കത്
it is acceptable. But in public life or in a societal matters, it won't work. Right? It has been tried again and again by the Christian civilization of the Middle Ages and also by the French Revolution, a secular movement which reasserts the brotherhood of man. ഇങ്ങനെ രണ്ട് എക്സാമ്പിൾ പറയുകയാണ് അല്ലേ. ദ ഓദർ പോയിന്റ്സ് ഔട്ട് ദാറ്റ് ഹിസ്റ്ററി പ്രൊവൈഡ്സ് എക്സാമ്പിൾ. നമുക്ക് എന്തുണ്ട്, ഹിസ്റ്ററിന് എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ട്സ് എക്സാമ്പിൾ? ലൈക്ക് ദ ക്രിസ്ത്യൻ സിവിലൈസേഷൻ ഇൻ ദ മിഡിൽ ഏജസ് ആൻഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. രണ്ട് ഇതാ പറഞ്ഞത്, ക്രിസ്ത്യൻ സിവിലൈസേഷൻ ഇൻ ദ മിഡിൽ ഏജസും ആൻഡ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ബോത്ത് ആർ where love or brotherhood was used as a guiding principle for society. ഇവിടെ രണ്ടോട്ടും ഉപയോഗിച്ച ആ ഇതെന്തായിരുന്നു, ബ്രദർഹുഡും അതുപോലെ തന്നെ നമ്മുടെ ലവൊക്കെ ആയിരുന്നു ഇവിടെ എന്തിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർ റീബിൽഡിങ് ദ സൊസൈറ്റി. ബട്ട് വാട്ട് ഹാപ്പൻ ആൻഡ് ഇറ്റ് ഹാസ് ഓൾവേസ് ഫെയിൽഡ്. But he says that in both cases, these attempts to apply to love as a public solution did not succeed. ഈ രണ്ട് ഇതിലും എന്തില്ല, it is not succeed, it's failed. The idea that nations should love one another, or that business concerns or marketing boards should love one another, or that a man in Portugal should have love in a man in Peru of whom he has never heard is absurd until dangerous. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദ ഓദർ ആർഗ്യൂസ് ദാറ്റ് എക്സ്പെക്ടിങ് നേഷൻസ്, ബിസിനസ് ഓർ ഈവൻ സ്ട്രേഞ്ചേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ടു ലവ് ഓർ വൺ അനദർ ഇസ് അൺറിയലിസ്റ്റിക്, ഇംപ്രാക്ടിക്കൽ ആൻഡ് ഈവൻ ഹാംഫുൾ. ഇപ്പോൾ പെറുവിലുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പോർച്ചുഗലുള്ള ആൾ പെറുവിലുള്ള മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഒരിക്കലും പോസിബിൾ അല്ല അല്ലേ. ഹി സേസ് ദാറ്റ്, അതായത് രണ്ട് നേഷണൽ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംഭവങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ഒരു ബിസിനസ് മാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം, അല്ലെങ്കിൽ നേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള രണ്ട് സ്ട്രേഞ്ചേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതെന്താ ഒരിക്കലും പോസിബിളായ കാര്യമല്ല. വൈ? ഇറ്റ് ലീഡ്സ് അസ് ഇൻ ടു പെരിലസ് ആൻഡ് വേക്ക് സെൻറ്റിമെൻ്റലിസം. നമുക്ക് എന്തിലേക്ക് നയിക്കുള്ളൂ? റിലൈയിങ് ഓൺ ലവ് ഫോർ പബ്ലിക് ഇഷ്യൂസ് മേക്സ് എസ് ഓവർലൈ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ. അത് കുറച്ച് ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ആക്കി മാത്രം ഉണ്ടാക്കുള്ളൂ, വിച്ച് ക്യാൻ ലീഡ് ടു ഡേഞ്ചർലെസ് ആൻഡ് അൺക്ലിയർ ഡിസിഷൻസ്. നമുക്ക് ഒരു അൺക്ലിയർ ഡിസിഷൻ എടുക്കാൻ മാത്രം എന്തേ ഉള്ളൂ, ഇറ്റ് ഓൺലി ലീഡ്സ്. Love is what is needed. We chant and then sit back and the world goes on as before. People often say love will solve everything, but after saying this, they do nothing to change the problems and life continues without improvement. മനുഷ്യന്മാർ എന്ത് പറയും? People often say love will solve everything, അല്ലേ? സ്നേഹം എല്ലാം എന്ത് ചെയ്യും? സോൾവ് ചെയ്യുമെന്ന് പറയും. But after saying this, they do nothing to change the problems. ഇത് പറഞ്ഞ് അവരങ്ങ് പോകും. They didn't do anything. They haven't done anything to change these problems. And life continues without improvement. The fact is, we can only love what we know personally. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്നേഹിക്കാം. The truth is, we can only genuinely love the people or things we are personally connected to understand. അതിൽ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് അത് പോസിബിളായ കാര്യമാണോ? ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ ആരെങ്കിലും വിളിച്ചിട്ട് നീ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത് പോസിബിളായ കാര്യമാണോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ. പക്ഷേ എനിക്ക് എൻ്റെ വൈഫിനോട് പറയാം. വൈ? ബിക്കോസ് വി ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ അല്ലേ. അങ്ങനെ ഒരു കണക്ഷൻ, ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടായാൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. വി ക്യാൻ സേ ദാറ്റ് ആൻഡ് നമുക്ക് എന്ത് പറയാം, അങ്ങനെ ആ സമയത്ത് നമുക്ക് പറയാം. ആൻഡ് വി കനോട്ട് നോ മച്ച് ഓർ അവർ എബിലിറ്റി ടു നോ ആൻഡ് ഡീപ്ലി കണക്റ്റഡ് വിത്ത് അതേഴ്സ് ഇസ് ലിമിറ്റഡ് അല്ലേ. ഇവിടെ പറഞ്ഞത് വെച്ചാൽ ദ ട്രൂത്ത് വി ക്യാൻ ഓൺലി ജെനുവൻലി ലവ് ദ പീപ്പിൾ ഓർ തിങ്സ് വി ആർ പേഴ്സണലി കണക്റ്റഡ് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് പേഴ്സണലി അറിയുന്ന അല്ലെങ്കിൽ കണക്ഷൻ ഉള്ള എന്ത് ചെയ്യാം, സ്നേഹിക്കാം. ഇറ്റ്സ് ഓക്കെ. അവർ എബിലിറ്റി ടു നോ ആൻഡ് ഡീപ്ലി കണക്ട് വിത്ത് അതേഴ്സ് ഈസ് ലിമിറ്റഡ്. നമ്മൾ മറ്റുള്ളവർക്ക് അറിയാൻ ഉള്ളൊരു കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പേഴ്സണലി അറിയാത്തവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു നമുക്ക് എന്ത് ചെയ്യണേ, it is limited. In public affairs, in the rebuilding of civilization, something much less dramatic and emotional is indeed, namely tolerance. So he says that what we need to rebuild our civilization, what we need to rebuild a conflict between two nations, what is we needed? For public issues and creating a better society, we don't need strong emotion like love. നമുക്ക് വേണ്ട എന്തല്ല, ഒരു ബെറ്റർ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു നേഷൻസ് തമ്മിലുള്ള പ്രശ്നം തീർക്കാനോ വി ഡോണ്ട് നീഡ് ലവ് ടു റീബിൽഡ് ഇറ്റ്. സോ വാട്ട് വി നീഡഡ് ഇൻസ്റ്റെഡ് വി നീഡ് എ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ക്വാളിറ്റി, ടോളറൻസ്. In next slides he says that about tolerance. Tolerance is very dull and virtue. He says that അല്ലേ, tolerance isn't exciting or glamorous, it's seen as plain and interesting. നമുക്കറിയാം tolerance is not glamorous. tolerance എന്തല്ല, ഒരിക്കലും നല്ല കാര്യമല്ല. ഇപ്പോൾ ടോളറൻസ്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലൈനിൽ നിൽക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും സാധനം ലൈനിൽ നിൽക്കുകയാണ്, ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഇടിച്ച് വന്ന് കയറിയിട്ട് നമ്മൾ മുന്നിൽ കയറി.
വാട്ട് വിൽ ഡു? നമ്മൾ എന്താ ചെയ്യുക? നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഫോർ എക്സാമ്പിൾ പറയും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു സിനിമ ടിക്കറ്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കുക, ലൈനിൽ നിൽക്കുക, പ്രോപ്പർ ലൈൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ആ ലൈനിലേക്ക് ഒരു പുറത്തുനിന്ന് ആൾ പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ച് കയറുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരും ഒരു എക്സാമ്പിൾ, ആരെങ്കിലും ഒരാൾ തന്നെ ആൻസർ പറയണം, എന്നാൽ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. സമ്മതിക്കൂല. പക്ഷേ ഇയാൾ പറഞ്ഞ എന്താ അറിയോ? നമ്മൾ സമ്മതിക്കണം. നമ്മൾ സഹിക്കണം. വി ഡോണ്ട് നീഡ് ടു വാട്ട് ദറ്റ് പീപ്പിൾ. അല്ലേ? ഒരിക്കലും നമ്മൾ അയാളെ ആക്രമിക്കാൻ പോയത്. ഇഫ് വി ആർ ഗോയിങ് ടു ട്രബിൾ ദറ്റ് മാൻ, ഇറ്റ് വിൽ ക്രിയേറ്റ് അനദർ ഇമ്പാക്റ്റ്. അതാണ് ഇയാൾ പറഞ്ഞത് കേട്ടോ. So it's boring. Unlike love, it has always had a bad press. Tolerance is often overlooked and doesn't get as much attention or praise as love does. ഇയാൾ പറയുന്നുണ്ട് ലവിന് കിട്ടുന്ന പോലെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഇതിന് കിട്ടില്ല, ടോളറൻസ് കിട്ടില്ല. ബിക്കോസ് ടോളറൻസ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫോളോ. ഈസ് ഓൾസോ സേ ദാറ്റ് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഫോളോ ചെയ്ത് പോകാൻ. ഇറ്റ് ഈസ് നെഗറ്റീവ്. ആൻഡ് ഓൾസോ സേ ഇറ്റ് ഈസ് നെഗറ്റീവ്. It merely means putting up with people being able to stand things. Tolerance is passive with you. It doesn't mean agreeing or with others or liking them. അല്ലേ? ഇവിടുത്തെ നമ്മൾ ഇത് കഴിഞ്ഞല്ലോ. ഓക്കെ. Tolerance is a passive virtue. It doesn't mean agreeing with others or liking them. It just means accepting and enduring differences without conflict. എന്താണ് ഇത്? നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ എഗ്രി ചെയ്യാനോ എന്നല്ല പറയണത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ടൂറ് പോലെ പ്ലാൻ ഉണ്ട് നമുക്കിട്ട്. ആ ടൂറ് പോലെ പ്ലാനിൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു 10-30 പേരുള്ള ക്ലാസ്സിൽ, ആ 30 പേര് 25 പേർക്കും ഒരേ ഒപ്പീനിയനാണ്, ബാക്കി 5 പേർക്ക് മാത്രം ഒപ്പീനിയൻ മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വി ഹാവ് ടു അക്സെപ്റ്റ്. അല്ലേ? നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. മറ്റുള്ളൊരു ഇതെന്ത് ചെയ്യണം? നമ്മളെ ഒപ്പീനിയൻ അക്സെപ്റ്റ് ചെയ്യണം. ബിക്കോസ് വി ആർ ലെസ് ഇൻ നമ്പേഴ്സ്. അക്സെപ്റ്റിംഗ് ആൻഡ് എൻഡ്യൂറിങ് ഡിഫറൻസ് വിത്തൗട്ട് കോൺഫ്ലിക്റ്റ്. അല്ലേ? ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാണ്ട്, ഒരു ഇതിലേക്ക്, ഒരു തർക്കത്തിലേക്ക് പോകാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സോൾവ് ദറ്റ് പ്രോബ്ലം വിത്ത് ടോളറൻസ്. നോ വൺ ഹാസ് എവർ റിട്ടേൺ ആൻ ഓഡ് ഓർ ടു ടോളറൻസ് ആൻഡ് ഓർ റേസ്ഡ് എ സ്റ്റാച്യു ടു ഹെർ. എന്തില്ല? ടോളറൻസ് ഈസ് നോട്ട് സെലിബ്രേറ്റഡ് ഓർ അഡ്മയർഡ് ഇൻ ദ സെയിം വേ ആസ് അതർ വിച്യൂസ് ലൈക്ക് ലവ് ബ്രേവറി. അല്ലേ? നമുക്കറിയാം, ലവിനും ബ്രേവറിനും ഒരുപാട് ആളുകൾ ഒരുപാട് പോയംസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നോ വൺ ഹാസ് റിട്ടൺ എ പോയം ഫോർ ടോളറൻസ് ഓർ ഓഡ്. പീപ്പിൾ ഡോണ്ട് റൈറ്റ് പോയംസ് ഓർ ബിൽഡ് മൊണുമെൻറ്റ്സ് ഇൻ ഇറ്റ്സ് ഓൺ. അല്ലേ? ഒരുപാട് ആളുകളും എന്തില്ല? ഒരു മൊണുമെൻറ്റ്സോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. Yet, this is the quality which will be most needed after the World War. Despite not being glorified, tolerance will be the most essential quality for rebuilding society after destruction of war. ഇയാൾ പറഞ്ഞത് വെച്ചാൽ നമുക്കൊരു വാറിന് ശേഷമൊക്കെയാണ് നമ്മൾ ഈ ടോളറൻസ് എന്ന് പറയുന്ന സാധനം അത്ര ഇമ്പോർട്ടൻസ് തോന്നുന്നത്. അല്ലേ? ദിസ് ഈസ് എ സൗണ്ട് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വിച്ച് വി ആർ ലുക്കിംഗ് ഫോർ. ടോളറൻസ് റെപ്രസെൻറ്റ് ദ ബാലൻസ്ഡ് റേഷണൽ മൈൻഡ് സെറ്റ് നെസസറി ഫോർ എ സ്റ്റേബിൾ ആൻഡ് പീസ്ഫുൾ സിവിലൈസേഷൻ. സോ വി നീഡ് ടോളറൻസ് ടു വാട്ട് എസ് ഫോർ എ സ്റ്റേബിൾ and peaceful civilization. This is the only force which will enable different races and classes and interests to settle down together to the work of reconstruction. Tolerance is the only way to bring together people of different backgrounds, social classes and interests to cooperate and rebuild society. അല്ലേ? അതായത് നമുക്ക് സൊസൈറ്റി റീബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് സോഷ്യൽ ക്ലാസ്സുകളുണ്ടാവും, ഒരുപാട് ക്ലാസ്സുകളിൽപ്പെട്ട ആളുകളുണ്ടാവും, ഒരുപാട് ഇൻട്രസ്റ്റുള്ള ആളുകളുണ്ടാവും. സോ വി നീഡ് ടോളറൻസ് ടു റീബിൽഡ് എ സൊസൈറ്റി. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പ്രദേശം അല്ലെങ്കിൽ കുറച്ച് ആളുകളുണ്ട്, അവരെ നമ്മൾ റീബിൽഡ് ചെയ്യാണ്. സോ ഒരുപാട് സോഷ്യൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരിക്കലും നമ്മൾ ഒപ്പോസ് ചെയ്യാൻ പോയത്. വി ഹാവ് ടു ടോളറേറ്റ്. നമ്മളത് കേൾക്കണം. നമ്മളത് കേട്ടിട്ട് നമ്മൾ സഹിച്ച് നിന്നിട്ട് നമ്മൾ വാട്ട് ഈസ് ആപ്റ്റബിൾ, വാട്ട് ഈസ് റിലയബിൾ ഇൻ ദാറ്റ് കേസ് ദാറ്റ് വി ക്യാൻ ഡു. സോ the world is very full of people, appallingly full. It has never been so full before, and they are all tumbling over each other. The world is overcrowded with people, and he says that now the population is increasing. The world is overcrowded with people more than ever before. ഒരുപാട് സമയം മുന്നിലേക്കാണ് ഒരുപാട് ആൾ കൂടിയിട്ടുണ്ട്. And they are constantly interacting and clashing with one another in various ways. അപ്പോൾ നിലവിലെന്താ ആൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഒരുപാട് ഓരോ കാര്യങ്ങളും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോൺഫ്ലിക്റ്റും ഉണ്ടാകുന്നുണ്ട്. സോ ഇറ്റ് നോ നീഡ് ഓഫ് ദാറ്റ് കോൺഫ്ലിക്ട്സ് ആൻഡ് നോ നീഡ് ഓഫ് ദാറ്റ് ക്ലാഷസ് ഇൻ അമംഗ് ദി പീപ്പിൾ എന്നാണ് പറയുന്നത് നമ്മുടെ പോസ്റ്റർ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദീസ് പീപ്പിൾ ഓൺ ഡസൻ നോ ആൻഡ് സം ഓഫ് ദം ഓൺ ഡസൻ ലൈക്ക്. അല്ലേ? ഇതിന് കാരണം മെനി ഓഫ് ദ പീപ്പിൾ അറൗണ്ട് ആസ് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് എമംഗ് ദം ദർ ആർ ദോസ് വി മൈറ്റ് dislike for various personal reasons. Why we are creating conflicts? Because we don't like that man. അല്ലേ? എനിക്ക് അയാളെ പറ്റൂല, എനിക്ക് അയാളെ ഇഷ്ടമല്ല. സോ
I will create problems. അതാണ് എല്ലാവരും മെൻറ്റാലിറ്റി. Doesn't like the color of their skins, say, or the shapes of their nose, or the way they blow, they don't blow them, or the way they talk, or their smell, or their clothes, or their fondness of jars, or their dislike of jars, and so on. സംഭവങ്ങൾ പറഞ്ഞത് വെച്ചാൽ പീപ്പിൾ ഓഫൺ ഡിസ്ലൈക്ക് അതർ ബേസ്ഡ് ഓൺ ട്രിവിയൽ ആൻഡ് സൂപ്പർഫിഷ്യസ് തിങ്സ് അല്ലേ. ഒരു നോസിൻ്റെ വലുപ്പം എനിക്ക് അയാളുടെ മൂക്കിൻ്റെ വലുപ്പം അത്ര ഇഷ്ടപ്പെട്ടില്ല, സോ ഐ ഡോണ്ട് ലൈക്ക് ഹിം. ആൻഡ് അയാളെ അയാൾ ഊതിയത് ശരിയായില്ല. ആൻഡ് ഓ ദ വേ ദ ടോക്ക്, എനിക്ക് സംസാരിച്ച രീതി ശരിയായില്ല. ഓ ദ സ്മെൽ, എനിക്ക് അയാളുടെ സ്മെല്ല് ഇഷ്ടമല്ല. ഓ ദ ക്ലോസ്, ഐ ഡോണ്ട് ലൈക്ക് ഹി ക്ലോസ്. ദെൻ ഓ ദ ഫോൺസ് ഓഫ് ജാസ്, ഒന്നും എനിക്ക് ഇഷ്ടമല്ല, സോ ഐ ഡോണ്ട് ലൈക്ക് ഹിം. ലൈക്ക് അപ്പിയറൻസ്, ഹാബിറ്റ്സ്, പ്രിഫറൻസ് ഓർ കൾച്ചറൽ ഡിഫറൻസസ് അല്ലേ, അതുകൊണ്ട് എനിക്ക് അയാൾ ഇഷ്ടമില്ല, സോ ഐ വിൽ മേക്ക് പ്രോബ്ലംസ്. Well, what is one to do? There is a question, how should we deal with people we dislike or with sheer diversity of humanity? So നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്കത് ഇഷ്ടമല്ല, അപ്പോൾ അതിന് നമ്മളൊരു കച്ചറ, നമ്മളൊരു പ്രോബ്ലം ഉണ്ടതിന് പകരം വാട്ട് വി ക്യാൻ ഡു അതർ. ദർ ആർ 2 സൊല്യൂഷൻസ്. 2 സൊല്യൂഷൻസ് പറയുന്നുണ്ട് ഇയാൾ എന്തിന് ഈ സംഭവം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ദ സ്പീക്കേഴ്സ് പ്രസൻസ് 2 പോസിബിൾ വേസ് ടു അഡ്രസ് ദിസ് ഇഷ്യൂ. 2 ഇഷ്യൂ പറയുന്നുണ്ട്, 2 സൊല്യൂഷൻ പറയുന്നുണ്ട് അല്ലേ. വൺ ഓഫ് ദം ഈസ് എ നാസി സൊല്യൂഷൻ അല്ലേ. വൺ ഓഫ് ദം എന്താണ്? A Nazi solution. What is Nazi solution? If you don't like people, kill them, banish them, segregate them, and then swept up the down, proclaiming that you are the salt of the earth. അല്ലേ, അവരെ കൊന്ന് ഒഴിവാക്കുക, അവരെ കൊണ്ട് ഒഴിവാക്കുക, ബാനിഷ് ദം, അവരെ ഒരു തട്ടിക്കളയുക അല്ലേ. ദ സൊല്യൂഷൻ ഇൻവോൾവ്സ് ഡിസ്ട്രോയിങ്, ഐസൊലേറ്റിംഗ് ഓർ ഡിസ്ക്രിമിനേറ്റിംഗ് അഗെയിൻസ്റ്റ് പീപ്പിൾ യു ഡിസ്ലൈക്ക്. നിങ്ങൾ ഇഷ്ടപ്പെടാതെ എന്താണ് കൊന്ന് കളയുക, അങ്ങനെ ഒഴിവാക്കുക. ഡോണ്ട് ട്രൈ ടു ആർഗ്യൂ വിത്ത് ദം. After doing this, one might arrogantly claim superiority and act as though they are the best of for most vicious people. ഇത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ പറയാം നിങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ, ദാറ്റ്സ് വൈ ഐ കിൽ ദാറ്റ് മാൻ അല്ലേ, അങ്ങനെ പറയാൻ പറ്റും. ദ അതർ വേ ഈസ് മച്ച് ലെസ് ത്രില്ലിങ്. പക്ഷേ രണ്ടാമത്തെ വേ എന്താണ്, കുറച്ച് അത്ര നല്ല ഒരു അവർക്ക് പറ്റുന്ന പണിയല്ല രണ്ടാമത്തെ വേ. വാട്ട് ഇസ് സെക്കൻഡ് വേ? ബട്ട് ഇറ്റ് ഈസ് വൺ ദ ഹോൾ ദ വേ ദ ഡെമോക്രസീസ് ആൻഡ് ഐ പ്രിഫർ ഇറ്റ് അല്ലേ. The second approach is less exciting or dramatic, but it aligns with the democratic principles and the author supports this method. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും എന്താണ് രണ്ടാമത്തെ മെത്തേഡ്. വാട്ട് ഇസ് ദ മെത്തേഡ്? ഇഫ് യു ഡോണ്ട് ലൈക്ക് പീപ്പിൾ, പുട്ട് അപ്പ് വിത്ത് ദം ആസ് വെൽ ആസ് യു ക്യാൻ. ഇഫ് യു ഡിസ്ലൈക്ക് അതേഴ്സ്, യു ഷുഡ് ട്രൈ ടു എൻഡോർ ദെയർ പ്രസൻസ് ആൻഡ് കോഎക്സിസ്റ്റ് പീസ്ഫുള്ളി വെൻ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു റൂമിൽ 2 ആൾക്കാരുണ്ട് വിചാരിച്ചോളി. ഒരു ഹോസ്റ്റലൊക്കെ, നിങ്ങൾ ഹോസ്റ്റലിൽ ആൾക്കാരുണ്ടാവും അല്ലേ. ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർ സമയത്ത് ചില ആളുകൾക്ക് എന്ത് വേണ്ടി വരും, രാത്രി ഒരുപാട് സമയം ഇരുന്ന് ടി വി കാണേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് സമയം വായിക്കേണ്ടി വരും. സോ ദേ വിൽ ടേൺ ഓൺ ദി ലൈറ്റ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ലൈറ്റ് ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യില്ല, അപ്പോൾ നമ്മൾ ലൈറ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അയാൾ കച്ചണ്ടാകാൻ പോകണം വേണ്ടത് അല്ല. അക്കോർഡിംഗ് ടു ഫോസ്റ്റർ നമ്മളെന്ത് ചെയ്യുക, ഒരു പുതപ്പെടുത്ത് മൂടുക, കിടന്നുറങ്ങുക, അത്ര. അപ്പോൾ നമുക്ക് നമ്മുടെ സൈഡ് ഓക്കെയാണ്. വി ഡോണ്ട് ട്രൈ ടു ലൈക്ക്, വി ഡോണ്ട് ട്രൈ ടു ട്രബിൾ വിത്ത് അതേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്, ഒന്നുകിൽ അയാളോട് അക്കോർഡിംഗ് ടു ഫോസ്റ്റർ വാട്ട് ആർ 2 ways. എന്തായാലും 2 ways എന്താ പറഞ്ഞതാ. ബട്ട് ഫസ്റ്റ് വേ, ഇപ്പോൾ നമ്മൾ ഒരു റൂമിൽ നിൽക്കുന്ന സമയത്ത് ലൈറ്റ് ഇട്ടാണ്, മറ്റേ ആൾ ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വായിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അക്കോർഡിംഗ് ടു ഫോഴ്സ് വാട്ട് ഇസ് ദ ഫസ്റ്റ് വേ? ഫസ്റ്റ് വേ എന്തായിരുന്നു? നാസി സൊല്യൂഷൻ. ആളെ ലൈറ്റ്, ആളെ കൊല്ലുക, ആളെ കൊന്നൊഴിവാക്കുക, തട്ടിക്കളയുക, പിന്നെ ആ ലൈറ്റിൻ്റെ വിഷയം വരുന്നില്ല. രണ്ടാമത്തെ സൊല്യൂഷൻ എന്താ? ടോളറേറ്റ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അതാണ് സെക്കൻഡ് സൊല്യൂഷൻ. സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് പീപ്പിൾ, ബട്ട് പുട്ട് അപ്പ് വിത്ത് ദം ആസ് വെൽ ആസ് യു ക്യാൻ. ഡോണ്ട് ട്രൈ ടു ലവ് ദം, യു കാൺട്ട്, യു വിൽ ഓൺലി സ്ട്രെയിൻ യുവർ സെൽഫ് അല്ലേ. ഒരിക്കലും അയാളെ സ്നേഹിക്കാൻ പോകണ്ട. ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു ലവ് എവരി വൺ ബിക്കോസ് ഇറ്റ്സ് അൺറിയലിസ്റ്റിക് അല്ലേ. എല്ലാവരും സ്നേഹിക്കാൻ എന്താ ഒരിക്കലും നമുക്ക് റിയലിസ്റ്റിക് ആയ സംഭവമല്ല, ആണോ. ആൻഡ് എക്സോസ്റ്റിംഗ് ടു ഡു സോ ഫോർ പീപ്പിൾ യു ഡോണ്ട് നോ ഓർ ലൈക്ക്. ക്ലിയർ അല്ലേ? പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഞാൻ ഹൈദരാബാദ് ഒരു നാട്ടിൽ വന്ന സമയത്ത് AC കോച്ചാണ്, AC കോച്ചിൽ ട്രെയിനിൽ വരികയാണ്. അപ്പോൾ നമ്മൾ ഈ വിൻഡോ സൈഡ് സീറ്റ് ഉണ്ടാവും. വിൻഡോ സൈഡ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, നമ്മളെ ലോങ് ബെർത്ത് അല്ല, ഈ തൊട്ടപ്പുറത്ത് 2 സീറ്റിൽ മാത്രം സെക്ഷൻ ഉണ്ട്. അത് 2 ബെർത്താണ് വരിക. അപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യണം, ഒരാൾക്ക് ഞാൻ തൊട്ടപ്പുറത്ത് സീറ്റിലിരിക്കുന്നത്, ആ വിൻഡോ സൈഡിലെ 2 സീറ്റിൽ ഒരു ആൾ ഇരിക്കുന്നുണ്ട്, ഒരാൾ കിടക്കുന്നുണ്ട്. ആ സമയം ഓൾമോസ്റ്റ് ഒരു 2 മണിയോ 2:30 മണിയോ സമയത്താണ് ഇത് കിടന്നുറങ്ങുന്നത് അവിടെ. അപ്പോൾ അങ്ങോട്ട് നമ്മുടെ ഇവിടെ ചെന്നൈയാണോ അതോ സ്റ്റേഷൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, അവിടെ നിന്ന് ഒരാൾ ട്രെയിനിൽ കയറി, അയാളുടെ സീറ്റാണത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഡേ ടൈം എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല അല്ലേ. അപ്പോൾ ഇയാളെ എണീക്കാതെ ഇയാൾക്ക് അവിടെ ഇരിക്കാനും പറ്റില്ല. അപ്പോൾ ഇയാൾ ഒരുപാട് വിളിച്ചു, അപ്പോൾ ഇയാൾ നീട്ട് കൊടുക്കണില്ല. ഇയാളെ ഇതാണ് എൻ്റെ സീറ്റ്,
ദിസ് ഈസ് മൈ ബർത്ത് ആൻഡ് ഐ ഹാവ് ദ റൈറ്റ് ടു സ്ലീപ്പ്. അയാൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. സോ യു ക്യാൻ ഗോ ഹെൽ, അങ്ങനെ എന്തൊക്കെ പറയേണ്ട ആൾ. അപ്പോൾ അതെന്താണ്, അതൊരു ശരിയായ രീതിയാണോ? അല്ലല്ലോ. ബിക്കോസ് ഹീ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു സിറ്റ് ഹിയർ, അല്ലേ? ആ രണ്ടുപേരും സീറ്റാണത്, അതിൽ ഒരാൾ കിടക്കാമെന്ന് മാത്രം. പക്ഷേ അയാളുടെ ബെർത്ത് മുകളിലായിരിക്കണം. അല്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ മുകളിൽ പോയി കിടന്നാൽ എന്ത് ചെയ്യുക, ഇയാൾക്ക് താഴെ ഇരിക്കുകയും ചെയ്യാം, അയാൾ കിടക്കുകയും ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ടു വേസ്. ഓക്കെ. ഡോണ്ട് ട്രൈ ടു ലവ് ദം, യു കാൺട്ട്, യു വിൽ ഓൺലി സ്ട്രെയിൻ യുവർ സെൽഫ്. നിങ്ങൾ ഫോസ്റ്റർ പറയുന്നത് എന്താണ്? ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു ലവ് എവറി വൺ ബിക്കോസ് ഇറ്റ്സ് അൺറിയലിസ്റ്റിക്, അല്ലേ? ഒരിക്കലും നമുക്ക് കമ്പൽ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നീ അവളെ സ്നേഹിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് അൺറിയലിസ്റ്റിക് ആൻഡ് എക്സോസ്റ്റിംഗ് ടു ഡു സോ ഫോർ പീപ്പിൾ യു ഡോണ്ട് നോ ഓർ ലൈക്ക്. നിങ്ങൾ അറിയാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്തവളെ ഇഷ്ടപ്പെടാൻ ആർക്കും പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയടോ? ഇല്ല, അല്ലേ? സോ ഡോണ്ട് ട്രൈ ടു ഫോഴ്സ് ദാറ്റ്, ബട്ട് ട്രൈ ടു ടോളറേറ്റ്. നമുക്ക് അത് ചെയ്യാൻ പറ്റും, അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് ലവ് എയിം ഫോർ ടോളറൻസ്. നമുക്ക് എന്ത് ചെയ്യാം, അയാളെ ടോളറേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ദ എബിലിറ്റി ടു അക്സെപ്റ്റ് ആൻഡ് കോഎക്സിസ്റ്റ് വിത്ത് പീപ്പിൾ ഡെസ്പൈറ്റ് ഡിഫറൻസസ്, അല്ലേ? ഒരുപാട് ഡിഫറൻസ് ഒരുപാട് ആളുകളുണ്ടാവും. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് ടു എന്ത് ചെയ്യാം, ടോളറേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓൺ ദ ബേസ് ഓഫ് ദ ടോളറൻസ് എ സിവിലൈസ്ഡ് ഫ്യൂച്ചർ മേ ബി ബിൽഡ്. ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഫിക്സ് എ ഫ്യൂച്ചർ വാട്ട് civilized society. Certainly, I can see no other foundation for the post-war world. The author believes that tolerance is the only realistic way to rebuild the world after the destruction of the caused by war. Like post-war ശേഷം, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇയാൾ പറയുന്നതാണ്, ആ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ടോളറൻസ് ഇല്ലാതെ ഒരിക്കലും ഒരു രാജ്യവും റീബിൽഡ് ചെയ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഓതർ പറയുന്നത്. ഫോർ വാട്ട് ഐ വിൽ മോസ്റ്റ് നീഡ് ഇറ്റ് ഇസ് നെഗറ്റീവ് വിർച്യൂസ്, നോട്ട് ബീയിങ് ഹഫി, ടച്ചി, ഇറിറ്റബിൾ, റിവെഞ്ച്ഫുൾ. The world will require qualities that involve refraining from harmful behaviors such as not being easily offended, overly sensitive, or vengeful. I have lost all faith in positive militant ideals. They can do seldom be carried out without thousands of human beings getting maimed or imprisoned. The author no longer believes that in aggressive or militant ideals because their implementation often leads to widespread suffering, including injury and imprisonment of many people. ഇത് പറഞ്ഞത് വെച്ചാൽ ഒരു മിലിറ്ററി കൊണ്ട് അല്ലെങ്കിൽ ഒരു അഗ്രസീവായിട്ട് ഒരാളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സിവിലൈസേഷൻ ഒരിക്കലും ബിൽഡ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഫ്രേസ് ലൈക്ക് ഐ വിൽ പേഴ്സ് ദിസ് നേഷൻ, ഐ വിൽ ക്ലീൻ അപ്പ് ദി സിറ്റി, ടെറിഫൈഡ് ആൻഡ് ഡിസ്ഗസ്റ്റ് മീ, അല്ലേ? ഇത് പറഞ്ഞു വെച്ചാൽ ഞാൻ ഈ രാജ്യം നന്നാക്കും അല്ലെങ്കിൽ ഞാൻ ഈ രാജ്യം ഇല്ലാണ്ടാക്കും. ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് വേ ഓഫ് വാട്ട് things to do. The author finds statement about getting rid of people or things for the sake of improvement frightening and unpleasant. It's just such a violent or harsh actions. For example, ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഒരു ഹിറ്റ്ലർ വന്നപ്പോഴും നമുക്കറിയാം നോർത്ത് കൊറിയയിൽ, നോർത്ത് കൊറിയയിൽ ആ കിങ് ജോമിന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അയാൾ പറയുന്നത് ഞാൻ പറയുന്ന ഇവിടുത്തെ നിയമങ്ങൾ. സോ അതൊരു നല്ലൊരു റൂളറാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇൻ നോർത്ത് കൊറിയ ദ റൂൾസ് ആർ മെയ്ഡ് ഓഫ് ഓൺലി വൺ മാൻ. കിങ് ജോമിന് മാത്രം rules ഉണ്ടാക്കുന്നത്. So he says that I will make rules and you have to follow. So it is not clear, it is not what reliable, it is not very good എന്നാണ് പറയുന്നത് നമ്മുടെ ഫോസ്റ്റർ പറയുന്നത്. The author finds statement about getting rid of people or things for the sake of improvement. അത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. He says that it's for your improvement. നമ്മളിതൊക്കെ ചെയ്യുന്നതാണ്, it's for your improvement. It's not a very good way of doing that. They might have not mattered when the world was emptier. They're horrifying now when the one nation is mixed up with another, when one city cannot be organically separated from its neighbors. In the past, when there were fewer people and countries were more isolated. പഴയ കാലത്ത് എന്തായിരുന്നു, കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ ആൻഡ് ഓൾ കൺട്രീസ് ഓർ ഐസൊലേറ്റ്. ഓരോ കൺട്രീസിനും ഓരോ സംഭവം, ഓരോ കൺട്രീസും ഓരോ ഐസൊലേറ്റ് കിടക്കുന്ന സംഭവം ഇത് പണ്ട്. such extreme ideas might not have been as dangerous. ആ സമയത്ത് എന്തായിരുന്നു, അത്ര ഡേഞ്ചറസ് അല്ലായിരുന്നു കാര്യങ്ങൾ. ബട്ട് ടുഡേ വെൻ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് നേഷൻസ് ആൻഡ് സിറ്റീസ് ആർ സോ ക്ലോസ്ലി കണക്റ്റഡ്. ഇപ്പോൾ എന്താണ്, വി കൻ കണക്ട് എ പേഴ്സൺ ഫ്രം യു കെ, അല്ലേ? നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. യു കെയിലുണ്ടാവും, ഇംഗ്ലണ്ടിലുണ്ടാവും, അതുപോലെ തന്നെ ബ്രിട്ടനിൽ, നമ്മുടെ സൗദി അറേബ്യയിലുണ്ടാവും, ഒരുപാട് കൺട്രീസിൽ, ഒരുപാട് ശ്രീലങ്കയിലുണ്ടാവും, ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. സോ വി ആർ ക്ലോസ്ലി കണക്റ്റഡ് ടു ഈച്ച് അതർ, അല്ലേ? ദീസ് ഐഡിയാസ് ബിക്കം വെരി ഹാംഫുൾ എന്നാണ് പറഞ്ഞത് നമ്മുടെ ഫോസ്റ്റർ പറഞ്ഞത്. വൈ? ബിക്കോസ് അവർ ഐഡിയാസ് ആർ നോട്ട് ഫെമിലിയർ. It's just a makeshift suitable for an overcrowded and overheated planet. Tolerance, the author's view, is not a grand idea but something necessary to manage the challenges of living an overcrowded and stressed planet. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഓവർക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള പ്ലാനറ്റിൽ, ഒരു എർത്തിൽ, വി ഹാവ് ടു ഫോളോ ടോളറൻസ് ഇൻസ്റ്റെഡ് ഓഫ് എന്താണ് നമ്മൾ
നമ്മളെ കാര്യം മാത്രം നോക്കി പോകുന്നതിന് ഏറ്റവും നല്ല എന്താണ്, വി ഹാവ് ടു ബീൻ ടോളറേറ്റഡ്. ഓക്കെ, ഇറ്റ് ക്യാരീസ് ഓൺ വെൻ ലവ് ഗീവ്സ് ഔട്ട്, ആൻഡ് ലവ് ജനറലി ഗീവ്സ് ഔട്ട് ആസ് സൂൺ ആസ് വി മൂവ് അവേ ഫ്രം അവർ ഹോം ആൻഡ് അവർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റാർട്ട് among strangers in a queue for potatoes. Next one, he says, example, left. What? Tolerance is needed when love is no longer enough to keep as patient or understanding, especially when we are surrounded by strangers in situations like waiting in a line. ഇത് ലവിൻ്റെ കാര്യത്തിലുള്ള ഈ ടോളറൻസുകൾ പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ലൈനിൽ നമ്മൾ വരി നിൽക്കുകയാണ്. വി ഡോണ്ട് ബി അർജ് അല്ലേ, ഒരിക്കലും നമുക്ക് അർജൻസി പാടില്ല. വി ഹാവ് ടു വെയിറ്റ് ഇൻ ദ ക്യൂ. അതാണ് എൻ്റെ ഒരു മാനർ, അതാണ് എൻ്റെ ഒരു മാനേഴ്സ് അങ്ങനെയാണ്. വി ഡോണ്ട് ട്രൈ ടു അർജ് ദാറ്റ് ഐ നീഡ് ഫസ്റ്റ്. ആ ഒരു സംഭവം പാടില്ല. വി ഹാവ് ടോളറേറ്റ്, വി ഹാവ് ടു സൈക്കിൾ. നമ്മൾ അടുത്ത ടേണിൽ വെയിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എ മാനർ. Tolerance is wanted in the queue, otherwise we think, why will people be so slow? വിചാരിക്കാണ്ടില്ല ഈ ചങ്ങായി ഇത് പതുക്കെ പോണേ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചിന്തിക്കുന്ന കാര്യം കേട്ടോ, ആരെങ്കിലും കയറി ഒരുപാട് സമയം ഒരു അർത്ഥമാണ്. നമ്മൾ പുറത്ത് എല്ലാം വെയിറ്റ് ചെയ്യല്ലേ, അപ്പോൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും ഡോക്ടേഴ്സിന് മുമ്പിൽ. നമുക്ക് വെയിറ്റ് ചെയ്യുന്നതാണ്. സോ ഹി സേസ് ദാറ്റ് why will people be so slow? It is wanted in the tube, or why will people be so fat? If it is wanted at the telephone, or why are they so deaf? Or conversely, why do they mumble? അല്ലേ, നമുക്ക് എന്ത് പറയും? ടോളറൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എവരി സിറ്റുവേഷൻസ്. ഇൻ ദ ക്യൂ ആണെങ്കിൽ നമ്മൾ കൊടുക്കുക വൈ വിൽ പീപ്പിൾ ബി സോ സ്ലോ. അല്ലേ, എന്താണ് ഈ മനുഷ്യന്മാർ പെട്ടെന്ന് നീങ്ങാത്തത്? അല്ലേ, ഒരു ട്യൂബിലാണെങ്കിൽ വിൽ ബി പീപ്പിൾ ബി സോ ഫാറ്റ്. ഇവരെന്താ ഭയങ്കര തടിയമ്മ മനുഷ്യന്മാരെ പോയത്? ഇറ്റ് ഇസ് വാണ്ടഡ് ടെലിഫോണാണെങ്കിലോ വൈ ആർ ദേ സോ ഡെഫ്? നമുക്ക് ഇവരെന്താ പറഞ്ഞു കേൾക്കാത്തത്? ഓർ കൺവേഴ്സ്ലി വൈ ഡു ദ മമ്പിൾ? ഇവരെന്താ മർമർ ചെയ്യുന്നത്? വി കാൺ ഹിയർ പ്രോപ്പർലി. അല്ലേ, tolerance is important in every situations. Without it, we might get frustrated with things like slow people in line, people being overweight, or communication problems like mumbling or being heard of hearing. It is wanted in the street, in the office, at the factory, and is wanted above all between class, race, and nations. He says that tolerance is needed in all areas of life. നമുക്ക് എല്ലാ ഏരിയസിലും വേണം. In which areas? Such as public spaces, workplace, and communities. It is especially important in relationships between different social classes, races, and countries. ആ ടോളറൻസ് എന്ത് തമ്മിൽ വേണം? ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സുകൾ തമ്മിൽ വേണം, ആൻഡ് റേസസ് തമ്മിൽ വേണം, ആൻഡ് ഓൾസോ ബിറ്റ്വീൻ അവർ കൺട്രീസ് ഓൾസോ that should be needed. It's dull and it entices imagination. നമുക്കറിയാം, it's dull, it's not very good. Tolerance might seem boring, but it requires effort and imagination. You need to think about what it is like to be someone else situation, what is a valuable way to grow spirituality. അല്ലേ, മേ ബി നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആൾ കുറച്ച് ഒരു കുറച്ച് ഹോൾഡ്, ദാറ്റ്സ് വൈ ഹീ മൂവ് സ്ലോലി. സോ വി നീഡ് ടു അക്സെപ്റ്റ് ദാറ്റ്. അല്ലേ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. വി ഹാവ് ടു ടോളറേറ്റ്, നമ്മൾ സഹിക്കണം. വി കാൺ സേ ദാറ്റ് വൈ കാൺ യു മൂവ് സോ ഫാസ്റ്റ്, അങ്ങനെ പറയാൻ പാടില്ല. സോ ഹി സേസ് ദാറ്റ് ലൈക്ക് ഇൻ ദിസ് സ്ലൈഡ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ ടെക്സ്റ്റ്. ഇത്രയുള്ള നമ്മുടെ ടെക്സ്റ്റ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ലൈൻസും നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഏരിയകൾ എന്തൊക്കെയാണോ, ഇതിൽ നമുക്ക് നുള്ളിപ്പെറുക്കി ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് കുറവാണ്. ആൻഡ് ഹീ സേസ് ആ രണ്ട് സൊല്യൂഷൻ പറയുന്നുണ്ട്. അതിന് കുറച്ച് മാത്രമേ നമുക്ക് നുള്ളിപ്പെറുക്കി ചോദിക്കാൻ പറ്റുള്ളൂ. ബട്ട് ദ ക്വസ്റ്റ്യൻ ഫ്രെയിം ഡിഫറെൻറ്റ് വാരിയസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ടെക്സ്റ്റ്. പക്ഷേ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ആൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഈ ടോപ്പിക് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഐ വിൽ ഷോ യു. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ കാണിച്ചു തരാം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതിൻ്റെ MCQ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ടെക്സ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിന് ആകെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മുടെ ടെക്സ്റ്റിൽ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നോട്ട്സ് ഇപ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. ക്ലാസ് കഴിഞ്ഞാൽ നോട്ട്സ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. വേറെ ഡൗട്ട്സും ടെക്സ്റ്റിലില്ലല്ലോ?